രാത്രി കിടന്നുറങ്ങുമ്പോൾ സുഭാഷ് ശ്രുതിയോട് ചോദിക്കും, നിധിയുടെ ചേച്ചി നിധിയെപ്പോലെ നല്ല ആളാണല്ലേ? സുഭാഷ് പറയും, അവരൊക്കെ നല്ല ആൾക്കാരാ. നികേഷ് ചോദിക്കും, ഓ ഇപ്പം അങ്ങനെ ആയോ? ഞാൻ അവരുടെ വീട്ടിൽ പോയി ചെന്നപ്പോൾ അയിത്തുള്ള ആളെ പോലെ എന്നെ ഗേറ്റിന് പുറത്ത് നിർത്തിയതായിരുന്നു അവർ. ഏടത്തി നല്ല ആളാ, ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും പറയണ്ട. സുഭാഷ് പറയും, അങ്ങനെയല്ലടാ, നമ്മുടെ പെങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മളും ഇങ്ങനെയൊക്കെ ആവും പെരുമാറുക. ശ്രുതി പറയും, എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞത്, നിധി വലിയ നിലയിൽ ജീവിച്ച ആളല്ലേ, ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നുന്നുണ്ടെന്ന്. സുഭാഷും പറയും, അത് ശരിയാണ്, നമ്മൾ നമ്മളുടെ സ്വാർത്ഥത കൊണ്ട് അവളെ ഇവിടെ പിടിച്ചു നിർത്തി. ഹരീഷും പറയും, ഞാനും ഏടത്തിയോട് ഇവിടെ നിൽക്കാൻ ഒരുപാട് നിർബന്ധിച്ചു, ശരിക്കത് പാടില്ലായിരുന്നു. ഏടത്തിക്ക് കുറച്ചുകൂടെ നല്ല വീടെടുത്ത് താമസിക്കാനുള്ള അവസരം കൊടുക്കണമായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്കും, എടാ ചെക്ക, നീ എന്തേ പറഞ്ഞു വരുന്നത്? അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനോ? അതൊന്നും നടക്കില്ല. അതിനുള്ള സൊല്യൂഷനാണ് കാണേണ്ടത്, അല്ലാതെ എന്നെ അവളെ പിരിക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. എല്ലാവരും ഉറങ്ങുമ്പോഴും ശ്രുതി സാന്ദ്ര പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ സുഭാഷ് അലക്കാനുള്ള ഒരുക്കത്തിലാണ്. ഹരീഷും നികേഷും അവിടെ പല്ല് തേച്ചുകൊണ്ടിരിക്കുക. ശ്രുതി വന്നിട്ട് നികേഷിനോട് ചോദിക്കും, എന്താടാ പരിപാടി? നികേഷ് പറയും, കുളിക്കുകയാണ്. സുഭാഷ് ഏട്ടൻ അതാ അവിടെ കഞ്ഞി കുടിക്കുന്നു, ഹരീഷ് ഏട്ടൻ അതാ അവിടെ എക്സസൈസ് ചെയ്യുന്നു. ഇങ്ങനെ കളിയാക്കി ഓരോന്ന് പറയും. ശ്രുതി പറയും, നിന്നോട് ചോദിക്കാൻ വന്ന എന്നെ വേണം പറയാൻ. അവിടെ ബ്രഷ് ഇട്ട് വെക്കുന്ന ഒരു കാലിപ്പാട്ട കാണുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. ശ്രുതി പറയും, അയ്യേ സുഭാഷ് ഏട്ടാ, ഇതിലാണോ ബ്രഷൊക്കെ ഇട്ട് വെക്കുന്നത്? അതും പറഞ്ഞിട്ട് ശ്രുതി അതെടുത്ത് എറിയും. സുഭാഷ് പോയിട്ട് അത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവെക്കും. നീ എന്തിനാടാ എടുത്ത് കളയുന്നത്? ഇതൊന്നും വാങ്ങാൻ എൻ്റെ കയ്യിൽ കാശില്ല. ശ്രുതി പറയും, അതൊരു 10 രൂപയുടെ കാര്യമുള്ളൂ സുഭാഷ് ഏട്ടാ. ഹരീഷ് ചോദിക്കും, എന്നാൽ ഇങ്ങേർക്ക് അത് വാങ്ങിച്ചു വന്നൂടെ? പേസ്റ്റ് എടുത്ത് കാണിച്ച ശ്രുതിക്കും, ഇതിലെവിടെ പേസ്റ്റ് പോലും ഇല്ലല്ലോ. സുഭാഷ് അതവിടെ വെച്ചിട്ട് വേറെ ബ്രഷ് വെച്ച് അമർത്തി പേസ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് സുഭാഷ് പറയും, ഇനി 2 ദിവസം കൂടി എടുക്കാനുള്ള ഇതിലുണ്ട്. അതും പറഞ്ഞ് നികേഷിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കും. നികേഷ് ചോദിക്കും, ഇതോ? അതും പറഞ്ഞ് നികേഷ് ആ പേസ്റ്റ് എടുത്ത് കളയാണ്. ശ്രുതി പറയും, ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് അറിയോ? ഹരീഷ് പറയും, ആ എന്നാൽ നിങ്ങളൊക്കെ അത് കേൾക്ക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഹരീഷ് അവിടുന്ന് പോകാൻ നോക്കുകയാണ്. ശ്രുതി പറയും, നീ പോലെ, നീയും കൂടെ കേൾക്കണം ഇത്. ഇന്നലെ അവളെ ഏട്ടത്തി ചോദിച്ചപ്പോൾ ഞാൻ വല്ലാതായിപ്പോയി. നമുക്ക് അകത്ത് ഒരു ബാത്റൂം പണിതാലോ? കാശ് എത്ര ചിലവായാലും കുഴപ്പമില്ല, അത് ഞാൻ ചെയ്തോളാം. ഹരീഷ് പറയും, ആ ബെസ്റ്റ് നിങ്ങൾ. ശ്രുതി പറയും, അവൾക്കായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ബാത്റൂം അത് വേണം സുഭാഷ് ഏട്ടാ, പിന്നെ വേറെ ആരും അത് യൂസ് ചെയ്യാനും പാടില്ല. സുഭാഷ് പറയും, അത് വല്യച്ഛൻ ഇതൊന്ന് പെയിൻറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാറില്ല, അപ്പോൾ ബാത്റൂം പണിയാന്ന് പറയുമ്പോൾ. ശ്രുതി പറയും, അവരോട് പോയി പണി നോക്കാൻ പറ സുഭാഷ് ഏട്ടാ, എത്ര കാലം എന്ന് വെച്ചാൽ അവരെയൊക്കെ പേടിച്ച് നമ്മൾ ജീവിക്കുന്നത്. ഹരീഷ് പറയും, അതിൽ കാര്യമുണ്ട് സുഭാഷ് ഏട്ടാ. സുധീഷ് ഏട്ടൻ്റെ അടുത്തുനിന്ന് ആദ്യമായിട്ടാ നല്ലൊരു നിർദ്ദേശം വന്നത്. നികേഷ് പറയും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അകത്ത് പോകും. എന്നിട്ട് അവൻ പെട്ടിയിൽ സൂക്ഷിച്ച പാഷ് എടുത്തിട്ട് സുധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സുധിക്ക്, എന്താടാ ഇത്? ഇത് എൻ്റെ കോൺട്രിബ്യൂഷനാണ്. സുഭാഷ് ചോദിക്കും, നിനക്ക് എടുന്നാടാ ഈ കാശ്? പോക്കറ്റ് മണി തന്ന കാശ് ഞാൻ എടുത്തു വെച്ചതാ. സുഭാഷ് പറയും, അത് നീ തന്നെ വെച്ചോടാ. സുധീഷ് നീയാടെ അനിയെന്ന് പറഞ്ഞ് നികേഷിനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. ആ സമയത്ത് നിധി പുറത്തോട്ട് വരും. നിധി ചോദിക്കും, എന്താ ചർച്ച ചെയ്യുന്നത്? സുഭാഷ് പറയും, ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ഈ വീട്ടിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യായിരുന്നു. നികേഷ് പറയും, ഏടത്തിക്ക് വേണ്ടി പുതിയൊരു ബാത്റൂം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അവരൊക്കെ പോയി കഴിയുമ്പോൾ നിധി സുധിയോട് വയ്ക്കും, എന്താ സുധി ഇങ്ങനെ? ഏടത്തി പറഞ്ഞത് കേട്ടിട്ടാണോ? ഞങ്ങൾ നിധിയോട് ഇവിടെ താമസിക്കാൻ ആവശ്യപ്പെട്ടു, പക്ഷേ അതിൻ്റെ മിനിമം സൗകര്യം പോലും ഇവിടെ ഇല്ല. നിധി പറയും, എനിക്കതൊന്നും പ്രശ്നമില്ല. സുധി പറയും, എന്നാലും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചില കാര്യങ്ങളില്ലേ, അതുകൊണ്ടാ. ഹരീഷ് വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. അവർ ഹരീഷിനോട് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഹരീഷ് ചോദിക്കും, വേറെ ആരെങ്കിലും വന്നിരുന്നോ? ചോദിച്ചു വരുന്നത് നീതുവിനെ പറ്റിയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അവരത് അറിയാത്ത ഭാവത്തിൽ വേറെ കാര്യങ്ങളിങ്ങനെ പറയും. പിന്നെ നീതു എന്ന് ഒരാൾ പറയുമ്പോൾ ഹരീഷ് ഓടി അങ്ങോട്ട് പോയിട്ട് ചോദിക്കും, വന്നിരുന്നോ? അവർ പറയും, ഇതുവഴി പോയിരുന്നു, തിരിഞ്ഞു പോലും നോക്കിയില്ല. ഹരീഷ് ഏട്ടന് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടോ? ഞങ്ങൾ വെറുതെ പറഞ്ഞ ഹരീഷ് ഏട്ടാ, അവൾ ഇതുവഴിയൊന്നും പോയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഹരീഷിന് ദേഷ്യം വരും. ഹരീഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആൾ പറയും, പക്ഷേ ഇപ്പോൾ വരുന്നുണ്ട്, അങ്ങോട്ട് നോക്ക്. ആ സമയത്ത് നീതു അതുവഴി വരികയാണ്. ഹരീഷ് ചോദിക്കും, ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ് പോയതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീതു പറയും, ഞാൻ ഇങ്ങോട്ട് വന്നതൊന്നുമല്ല, എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അത് പറയാൻ വേണ്ടി വന്നതാ. എൻ്റെ അച്ഛന് വയ്യാതിരിക്കുക, അതുകൊണ്ട് ഞാൻ കല്യാണത്തിനൊക്കെ സമ്മതിക്കാൻ പോവാ. കപ്പലിലെ ക്യാപ്റ്റനാ, 6 മാസം കരയിലും 6 മാസം കടലിലും. ഹരീഷ് പറയും, അപ്പം അയാൾ 6 മാസം ബോറടിച്ചാൽ മതിയല്ലോ, പിന്നെ അയാൾക്ക് കടലിലേക്ക് തിരിച്ചു പോകാമല്ലോ. നീതു പറയും, നിൻ്റെയൊക്കെ കൂടെ ജീവിച്ചാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ബോറടിക്കും. ചെക്കനിപ്പോൾ കരയിലാ, കടലിലേക്ക് പോകുന്നതിന് മുന്നേ കല്യാണം നടക്കും. നിങ്ങളൊക്കെ വന്ന് കല്യാണം അടിപൊളിയാക്കി തരണം. ഇപ്പോഴാ എൻ്റെ നിലവില എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. വെറുതെ ഞാൻ കുറേ സമയം കളഞ്ഞ് ഞാനിവിടെ വന്ന് നാണം കെട്ടതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം വരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാനും ചെക്കനും കൂടെ ഇതുവഴി കെട്ടിപ്പിടിച്ച് ബൈക്കിൽ പോകും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഹരീഷിന് ടെൻഷനാവും. അവൾ പോകുന്നോ നോക്കി ഹരീഷ് അവിടെ വന്ന് നിൽക്കും. നീതു നടന്ന് കുറച്ച് മുന്നിലെത്തി
കാണാത്ത രീതിയിലൊന്ന് തിരിഞ്ഞു നോക്കും. എന്നിട്ട് മനസ്സ് പറയും, ഇത്തിരി വേദനിക്കട്ടെ കഴുത. ഹരീഷ് വല്ലാത്ത ടെൻഷനിൽ അവിടേക്ക് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്.